ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു മസാല മാക്രോണിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ മസാല മാക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് വേണ്ടുന്നത് 1.5 കപ്പ് പാസ്തയാണ്. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ 2-3 തവണ വെള്ളം മാറി ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പാസ്ത കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാസ്ത അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മാക്സിമം ഒരു 7 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാകും. 7 മിനിറ്റിൽ കൂടുതലൊക്കെ കുക്ക് ചെയ്താൽ പാസ്ത അങ്ങ് ഓവർ കുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. ഓവർ കുക്കായി പോയാൽ നമ്മുടെ മസാല മാക്രോണി കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പം ഞാനൊരു 7 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന പാസ്തയുടെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പാസ്ത വീണ്ടും അതിനകത്തിരുന്ന് കുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തക്കാളി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഞാൻ കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഉള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മുടെ എക്സ്ട്രാ വല്ല വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്നിടം വരെ 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ കുറച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസസ് ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം ചേർക്കുന്നത് ചില്ലി സോസാണ്. 1 ടീസ്പൂൺ ചില്ലി സോസാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സോസൊക്കെ എല്ലാ വെജിറ്റബിൾസിലും എത്തത്തക്ക വിധം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെജിറ്റബിൾ മസാലയും ആ മാക്രോണിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ സീസണിങ്ങോ പിസ്സ സീസണിങ്ങോ ഒക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള മസാല മാക്രോണി കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് ചീസാണ്. ഞാനൊരു ചീസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മസാല മാക്രോണി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.